നീ എവിടെ പോയിരുന്നു? പറയടി, പറയാൻ. എനിക്ക് എന്റെ അനിയനെ കാണുമെന്ന് തോന്നി. എന്നെ ധിക്കരിച്ച് നീ അവന്റെ കൂടെ ഇഷ്ടമുള്ള എവിടേക്കും പോവല്ലേ? അവരൊക്കെ നിന്റെ ആരോടി? ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ എന്റെ ഈശ്വര? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്റെ അച്ഛൻ എന്നെ ചതിച്ചു, നീ എന്നെ ചതിക്കാണോ? അവളാടി നിന്റെ അച്ഛനെ കൊന്നത്. അതറിഞ്ഞിട്ടും നീ അവളെ കാണാൻ ചെന്നില്ലേ? അതും അവന്റെ കൂടെ. കള്ളനാണ് നിന്റെ അച്ഛൻ. നീ അതുപോലെ ആയാൽ കൊന്നുകളയും ഞാൻ. നിന്റെ അച്ഛൻ എന്തായിരുന്നടി ഇവിടെ ഒരു കുറവ്? എന്റെ അടുത്തുനിന്ന് കിട്ടാത്ത എന്താ അവള് കൊടുത്തത്? എങ്ങനെയൊക്കെ ഞാൻ നോക്കിയതാ, എത്ര എത്ര സ്നേഹിച്ചതാ. എന്നിട്ടും അവളോടൊപ്പം ചേർന്ന് ആ മനുഷ്യൻ എന്നെ ചതിച്ചില്ലേ? അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്റെ ചെറുപ്പം മുതൽ അച്ഛൻ മരിക്കുന്നവരെ ഓരോ കാര്യത്തിനും അച്ഛനായിട്ട് പന്ത് തട്ടുന്നല്ലാതെ അച്ഛനെ അറിഞ്ഞുകൊണ്ട് അമ്മ എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉടുക്കുന്ന വസ്ത്രം മുതൽ കുടിക്കുന്ന വെള്ളം വരെ അമ്മയുടെ ഇഷ്ടപ്രകാരമായിരുന്നില്ലേ? അമ്മ കാരണം എനിക്കും എന്റെ അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ ഈ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതം നിങ്ങൾ അടിച്ചേൽപ്പിച്ചതായിരുന്നു. അവിടെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ആ കുഞ്ഞിന് അച്ഛനായിരുന്നു, അവർക്ക് ഭർത്താവായിരുന്നു. അച്ഛൻ എന്തിനാ വേറൊരു പെണ്ണിനെ സ്വീകരിച്ചത്? അവരിൽ എന്തിനാ എനിക്കൊരു അനിയനെ തന്നത്? അതറിയാനാ ഞാൻ പോയത്. അത് ഞാൻ അറിഞ്ഞു. അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ആ സ്ത്രീ നല്ലവരാണ്, അവരെ ഇനിയും ഞാൻ കാണും. അതൊരു തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും ഞാനത് ചെയ്യും. അവിടെ അച്ഛനുണ്ട്, എനിക്ക് അച്ഛനെ കാണണം. നീ പോവോടി? പോവും, എന്തായാലും പോവും. പോവുക മാത്രമല്ല, അവരെ ഞാൻ അമ്മയെന്നും വിളിക്കും. മോളെ, മോളെ, അനുമോളെ, നാണുവേട്ടാ, നാണുവേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താ വിളിച്ചത്? മോള് വാതിൽ തുറക്കുന്നില്ല. അനുമോളെ, 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 അത് മോളെ വാതിൽ തുറക്ക്. മോളെ, മോളെ, എന്താ? മോളെ, അനുമോള് മിണ്ടുന്നില്ലേ കൊച്ചമ്മേ? അനു, പുറങ്ങാണെങ്കിൽ ഈ വിളിയോണ്ട് തന്നെ ഉണരേണ്ടത്. അനു, അനുമോളെ, മോളെ, അനു, തുറക്കു മോളെ. മോളെ അമ്മയാണ്, അമ്മയൊന്നും ചെയ്യില്ല. അനു, കൊച്ചമ്മ മാറി, നമുക്ക് ചവിട്ടി തുറക്കാം. ഇനി അനുവിന്റെ കണ്ണു കേട്ടോ. വാ 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 നോക്കട്ടെ. അമ്മ, അമ്മ വന്നു.
വെറുതെ ശക്തി കാണിച്ചുള്ള ചോര തുപ്പിക്കളയണ്ട. ഇത് നൃത്തം ചെയ്യുന്ന പോലല്ല. അവളെ പിടിച്ച് വണ്ടിയെ കയറ്റാ. അയ്യോ, അതൊന്നും ചെയ്യരുത് പ്ലീസ്. അനു നിക്കവിടെ. അനു ഇവിടെ ഇനി നിന്നെ കണ്ടുപോരുത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതെന്റെ വീടാണ്. ഒരു തേവിടിച്ചയെ ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല. 2 ദിവസം സമയെങ്കിലും എനിക്ക് തന്നൂടെ? കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ ഞാൻ എവിടെ പോവാനാ? പൊയ്ക്കൊള്ളണം. നിന്നെ മാത്രമല്ല, നിന്റേതായ ഒന്നും ഇവിടെ കണ്ടുപോരുത്. അയ്യോ മോനെ 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 ശ്രീകുട്ടാ ശ്രീകുട്ടാ മോനെ മോനെ. അയ്യോ അയ്യോ എന്റെ മോൻ എന്ത് പറ്റി? അവൻ പേടിച്ചു പോയതാ. ഒന്നും പറ്റിയിട്ടില്ല. പാപികള്. ഡൈനിങ് ടേബിൾ ഇത് കഴിക്കാതെ കണ്ട അമ്മ വഴക്കു പറയും. മോൾ ഇവിടുന്ന് കഴിച്ചോളൂ. വേണ്ട, കൊണ്ടുപോയിക്കോ. കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? മോളെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതാ ടേബിളിൽ കൊണ്ടുപോയിക്കേ. അവള് കഴിച്ചോളും. നിനക്കെന്താ വിശപ്പില്ലേ? വിശപ്പുണ്ട്, എന്നാൽ ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. അതെന്താ? ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നീ ചത്തുപോവോ? വേണ്ട. എന്റെ അനിയനെ അമ്മയെ അടിച്ചിറക്കി പട്ടിണിക്കിട്ടിട്ട് എനിക്ക് വാരി വലിച്ച് തിന്നാൻ തരുന്നത് അത്ര വലിയ സ്നേഹമൊന്നുമല്ല. എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട. എന്നാൽ അതൊന്ന് കാണണമല്ലോ. വന്ന് കഴിക്കടി. ഇല്ല, കഴിക്കില്ല. ചത്താലും ശരി, ഞാൻ കഴിക്കില്ല. വാടി ഇവിടെ. കഴിക്കണേ. നിന്നെ കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കേ. നിന്നെ കൊണ്ട് ഞാനൊന്ന് കഴിപ്പിക്കും. ഇനി എന്നെ തല്ലരുത്. വേണമെങ്കിൽ കൊന്നോളൂ. ഇനി എന്നെ തല്ലിയ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല.